പത്തനാപുരം കേരളം ഒന്നാകെ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനാപുരം. അവിടുത്തെ ഇപ്പോഴത്തെ MLA-യും ഗതാഗത വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ഗണേഷ് കുമാറിനെതിരായി വന്നിട്ടുള്ള സ്ത്രീ വിരുദ്ധ ആരോപണങ്ങൾ, അതോടൊപ്പം തന്നെ പറഞ്ഞു കേൾക്കുന്ന ഒരു വാമൊഴിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീതിമാനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, നീതിമാനായ ഒരു മനുഷ്യനെ ക്രൂശിച്ചതിന്റെ പാപഫലം അദ്ദേഹം പേറുകയാണെന്ന്. എന്താണ് പത്തനാപുരത്തിന്റെ പോരാട്ട ചിത്രം രാഹുൽ? പത്തനാപുരത്തിന്റെ പോരാട്ട ചിത്രങ്ങളിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഗണേഷ് കുമാറും ജ്യോതികുമാർ ചാമക്കാലയും മാത്രമല്ല മത്സരിക്കുന്നത്, അവിടെ ഉമ്മൻചാണ്ടിയും മത്സരിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പത്തനാപുരത്ത് യഥാർത്ഥത്തിൽ മത്സരിക്കുന്ന ഉമ്മൻചാണ്ടിയാണ്. നമ്മൾ പത്തനാപുരത്തിന് റോഡിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന ചില ചിത്രങ്ങൾ നമ്മൾ സാധാരണയായിട്ട് കാണുമ്പോൾ സ്ഥാനാർത്ഥികളുടെ ബോർഡുകളാണ് കാണുന്നത്. ഗണേഷ് കുമാറിന്റെ ഒരു ബോർഡ്, ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് ഒരു ബോർഡ്, അതിനപ്പുറത്തേക്ക് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി മാത്രമായിട്ട് പലയിടങ്ങളിലും ബോർഡുകളുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു നേതാവ് പത്തനാപുരത്ത് മത്സരിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. കാരണം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനെ വേട്ടയാടാൻ വേണ്ടിയിട്ട് മുന്നിൽ നിന്നിട്ടുള്ള ചില ആളുകളുണ്ട്. അദ്ദേഹത്തിനെ മനഃപൂർവ്വം കുടുക്കിയ ചില ആളുകൾ, അദ്ദേഹത്തിന്റെ ഇത്രയും വന്ധ്യവയോധികനായിട്ടുള്ള ഒരു മനുഷ്യനെ ഒരു സ്ത്രീയുടെ പേരിൽ ആ സ്ത്രീയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ വേട്ടയാടിയ ചില ആളുകൾ, അതിന് വേട്ടയാടാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുത്ത ചില ആളുകൾ, ഇവരെല്ലാം അതിന്റെ പാപഫലങ്ങൾ അനുഭവിച്ചു മാത്രമേ പോകൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ശരിക്കും പത്തനാപുരത്തിന്റെ മണ്ണിൽ കാലം കണക്ക് പറയുകയാണല്ലേ? അതെ, തീർച്ചയായിട്ടും കാലം കണക്ക് പറയുകയല്ല. ജീവിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ വലിയ ഒരു ശക്തനായിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് മരണപ്പെട്ടിട്ടുള്ള ഉമ്മൻചാണ്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. ഗണേഷ് കുമാറിനെതിരെ സ്വന്തം ഭാര്യ വന്നിട്ട് പറയുകയാണ്, ഞാൻ അദ്ദേഹത്തെ കിടപ്പുമുറിയിൽ മറ്റൊരു സ്ത്രീയുമായിട്ട് കണ്ടു, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു എന്ന് പറയുന്ന രീതിയിലേക്ക് പോയി. അതിന് ഗണേഷ് കുമാർ കൊടുത്ത മറുപടി എന്താണ്? എനിക്ക് 5000 പ്രണയങ്ങളുണ്ട്, അതിലൊന്നും ആരും ഉടാടാൻ വരണ്ട. ഇവിടെ വലിയ വലിയ നേതാക്കന്മാർക്ക്, ഗാന്ധിക്കും നെഹ്റുവിനും പുന്നത്തിൽ കുഞ്ചം പിള്ളയ്ക്കും നമ്മുടെ എഴുത്തുകാരിയായിരുന്ന മാധവിക്കുട്ടിക്കും ഇവർക്കെല്ലാം പ്രണയമുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് എന്റെ പ്രണയം എന്ന് പറയുന്ന രീതിയിലേക്ക് അതിനെ വളച്ചൊടിച്ചു കൊണ്ടുപോകുന്ന നെഹ്റുവിന്റെ ഭാര്യ നെഹ്റുവിനെ കിടപ്പുമുറിയിൽ നിന്ന് പൊക്കിയിട്ടില്ല കേട്ടോ. അതും കൂടി ഇവിടെ പറയേണ്ട ഒരു കാര്യമാണ്. അല്ല, അതെല്ലാം ശരിയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് അത് ആദ്യത്തെ ദിവസത്തെ വലിയ വാർത്തയായിരുന്നു. പിറ്റേ ദിവസം നമുക്ക് കാണാൻ കഴിഞ്ഞ വാർത്ത എന്ന് പറയുന്നത് പത്മനാഭയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഗണേഷ് കുമാറിനെ NSS ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് അദ്ദേഹം ഈ രാഷ്ട്രീയ വേദികളാക്കിയിരുന്നു NSSന്റെ. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ NSSന്റെ ഓരോ കമ്മിറ്റികളും, അതായത് ഞായറാഴ്ചകളാണ് ഇവര് യോഗങ്ങൾ കൂടുന്നത്. അപ്പൊ യോഗങ്ങൾ കൂടുമ്പോൾ ആ യോഗങ്ങളിലേക്ക് താലൂക്ക് യൂണിയൻ സെക്രട്ടറി ആണല്ലോ, പ്രസിഡന്റ് ആണല്ലോ. അപ്പൊ പ്രസിഡന്റ് നേരെ വരിക, പ്രസിഡന്റ് വന്നു, എല്ലാവരും എണ്ണിക്കുക. പ്രസിഡന്റ് വന്നിട്ട് ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്, എനിക്കറിയാം നമ്മുടെ സമുദായത്തിലുള്ള ആളുകളെല്ലാം എനിക്ക് തന്നെ വോട്ട് ചെയ്യൂ, അതുകൊണ്ട് ഇപ്രാവശ്യവും ചില, എന്നിട്ട് ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്തണം. ഗണേഷ് കുമാറിന്റെ പ്രസംഗങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു, മറ്റുള്ളവരെ താഴ്ത്തി കെട്ടി താൻ മാത്രം എന്തോ വലിയൊരു സംഭവം, തനിക്ക് മാത്രമേ ഇതൊക്കെ ആകുകയുള്ളൂ, താൻ മാത്രം മതി എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം. ധാർഷ്ട്യമാണ്. അത് തന്നെ ഇപ്പോ അഡ്ഹോ കമ്മിറ്റി, അതായത് NSSന്റെ അഡ്ഹോ കമ്മിറ്റിയാണ് ഇപ്പോ പത്തനാപുരത്തെ നിയന്ത്രിച്ചുകൊണ്ടുവന്നത്. അത് നിയന്ത്രിക്കുന്ന ആള് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഗണേഷ് കുമാർ ഒരു വേദിയിൽ വന്നിട്ട് പറഞ്ഞത്, മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാർ, MLA ആയിട്ടുള്ള ഗണേഷ് കുമാറിനെ നിങ്ങൾക്കറിയാം, മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാറിനെ നിങ്ങൾക്കറിയാം, പക്ഷെ ഗുണ്ടയായിട്ടുള്ള ഗണേഷ് കുമാറിനെ നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക്, ഞാനൊരു ഗുണ്ടയാണ് എന്ന് വിളിച്ചു പറയുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ ഭീഷണി വലിയ ഭീഷണിയാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ട് ഇങ്ങനെയൊക്കെ വന്ന് സംസാരിക്കുന്നു? മാനസിക പ്രശ്നങ്ങളല്ല, അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു ഇടിവ് പറ്റിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഗണേഷ് കുമാർ കൊണ്ടുവന്നിട്ടുള്ള വലിയൊരു PR വർക്കുണ്ട്. PR എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗണേഷ് കുമാറിനെ അല്ലാതെ മറ്റാരെയും വിജയിപ്പിക്കത്തില്ല എന്നുള്ള രീതിയിലേക്ക് ഗണേഷ് കുമാർ ആണ് ഈ കേരളത്തിൽ ഇത്രയും വലിയ വികസനങ്ങൾ കൊണ്ടുവന്നത് എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ അത് അദ്ദേഹം പല കാലങ്ങളിലും അഴിച്ചു വിട്ടിട്ടുണ്ടെന്നൊരു യാഥാർത്ഥ്യമാണ്. അവിടെ NSS തന്നെ പറഞ്ഞു, നിന്റെ ഈ കളി വേണ്ട. അതായത് ധാർഷ്ട്യമാണ്, വേറെ ആരോടും ഒന്നും ചോദിക്കത്തില്ല. ഇപ്പോൾ ഒരു കമ്മിറ്റി എന്ന് പറയുമ്പോൾ, ഇപ്പോൾ NSSലുള്ള ഒരു കമ്മിറ്റി, അതിലൊരു 10-14 പേരാണ് ആ കമ്മിറ്റിയിലുള്ളത്. പക്ഷെ അവർക്ക് ആർക്കും അതിനകത്ത് ഒരു കാര്യമില്ല. ഗണേഷ് കുമാർ പറയും, ഗണേഷ് കുമാർ ചെയ്യും, ഗണേഷ് കുമാർ എന്താണോ പറയുന്നത് അനുസരിച്ച് വാലാട്ടി പട്ടികളെ പോലെ നിൽക്കണം, ഒരു റൂളർ സ്വഭാവം. അതെ, അങ്ങനെയാണ് ഗണേഷ് കുമാർ പത്തനാപുരത്തെ NSSനെ നിയന്ത്രിച്ചു പൊക്കൊണ്ടിരുന്നത്. ഏതാണെങ്കിലും സുമാരൻ നായർ പറഞ്ഞു, വേണ്ട, ഇനി അത് വേണ്ട,
കാരണം എല്ലാവരും കൂടെ ഒറ്റ സ്വരത്തിലാണ് പറഞ്ഞത് ഗണേഷ് കുമാറിന് ഈ ധാർഷ്ട്യമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ലായിരുന്നത്. കാരണം നമുക്കറിയാം പുനലൂർ പത്മ കഫേ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിഷയങ്ങളാണ് അവിടെ ഉണ്ടായത്. അതിൻ്റെ പേരിൽ അത് നടത്തുന്ന ആളുകളുമായിട്ട് ഗണേഷ് കുമാർ തെറ്റുന്നൊരു സാഹചര്യം ഉണ്ടായി, തല്ല് വരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. അപ്പോൾ അങ്ങനെയാണ് പത്തനാപുരത്തിൻ്റെ ഒരു രീതി. ഇപ്പോൾ അദ്ദേഹം മൊത്തത്തിൽ അദ്ദേഹം വോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന നമുക്കറിയാം, പത്തനാപുരത്തെ സംബന്ധിച്ച് പത്തനാപുരം NSS മെജോറിറ്റി ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ വോട്ടുകളാണെങ്കിൽ പോലും NSS കൃത്യമായിട്ടുള്ളൊരു ഭൂരിപക്ഷമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം പല നാളുകളായിട്ട് അവിടെ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള സമയത്ത് അദ്ദേഹത്തിന്റെ വിജയം വളരെ വലിയ പ്രതിസന്ധിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ഇത്രയും വലിയ വിവാദങ്ങൾ, സ്ത്രീ വിഷയപരമായിട്ടുള്ള വിവാദങ്ങൾ, അതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് തീർപ്പാക്കി. അതിന് അദ്ദേഹത്തിന് സമ്മതിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കറിയാം ഇത്രയും വലിയ വിഷയം, ആ വിഷയത്തിന്റെ ആംഗിളുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നിലനിൽക്കുന്ന അദ്ദേഹത്തിനെതിരെയുള്ള വിമർശനങ്ങൾ വലിയ വിമർശനങ്ങളാണ്. ഇതെല്ലാം അവിടെ നിൽക്കുന്ന സാഹചര്യത്തിലും ഒറ്റ ദിവസം കൊണ്ട് ഇത് കുടുംബ പ്രശ്നമാക്കി തീർത്തു. ഇവിടുത്തെ മാധ്യമങ്ങൾ പോലും ചർച്ച ചെയ്യാൻ തയ്യാറാകാത്ത രീതിയിലേക്ക് ആ വിഷയത്തെ കൊണ്ടുപോകാൻ ഗണേഷ് കുമാറിന് കഴിഞ്ഞു എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇനി പത്തനാപുരത്തേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു ഫാക്ടർ, ആ ഫാക്ടർ പത്തനാപുരത്തെ കോൺഗ്രസ് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യും. പത്തനാപുരത്തെ കോൺഗ്രസ്സുകാർ ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമെന്നൊരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ കാലങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കോൺഗ്രസിനകത്തുള്ള ആളുകൾ തന്നെ പലപ്പോഴും കാല് വരുന്ന രീതിയിലേക്ക് പത്തനാപുരത്ത് പോയിട്ടുണ്ട്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അത് ഉണ്ടാകില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മരണപ്പെട്ടു പോയിട്ടുള്ള ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒറ്റ മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ടാണ് അവിടെ ആ ചിത്രങ്ങൾ ഉയരുന്നതും ആ ചിത്രങ്ങൾക്ക് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്നതും. ഇല്ല മരിക്കുന്നില്ല, ഉമ്മൻചാണ്ടി മരിക്കുന്നില്ല, ഞങ്ങളോട് ജീവിക്കുന്നു എന്ന് പറഞ്ഞ് ഈ അണികൾ ഏറ്റുവിളിക്കുന്ന മുദ്രാവാക്യമുണ്ട്. ആ മുദ്രാവാക്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത് വലിയൊരു ശക്തിയാണ്. നമുക്കറിയാം മുദ്രാവാക്യങ്ങൾ എന്തിനാണ് വിളിക്കുന്നത്? എല്ലാവരെയും ഒന്നിപ്പിച്ച്, എല്ലാവരെയും യോജിപ്പിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അതെ, ആവേശം നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് എല്ലാ കോൺഗ്രസ്സുകാർക്കും ആവേശമാണ്. ഉമ്മൻചാണ്ടി എന്നൊരു വിളി മതി. പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി എന്നുള്ള ഒറ്റ വിളിയിൽ എല്ലാവരും ഒന്നിക്കും. കാരണം അത്രയും സ്നേഹത്തിന്റെ ഒരു രൂപമായിട്ടാണ് ഉമ്മൻചാണ്ടിയെ കോൺഗ്രസ്സുകാർ ആരാധിക്കുന്നത് തന്നെ. പത്തനാപുരത്തിന്റെ ഒരു രാഷ്ട്രീയ ചിത്രം എന്ന് പറയുന്നത് നമുക്ക് കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ ആ കണക്കുകൾ പരിശോധിക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് എല്ലാം മാറിയിട്ടുണ്ട്, വ്യത്യസ്തമായിട്ടുണ്ട്. എല്ലാ കാലഘട്ടത്തിലും CPM-ന് അനുകൂലമായിട്ടുള്ളൊരു സ്ഥലമാണ് നമുക്കറിയുന്നത് പോലെ പത്തനാപുരം എന്ന് പറയുന്നത്. കാരണം പത്തനാപുരത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ അവിടുത്തെ ഉള്ള ഓരോ പഞ്ചായത്തുകളും തിരിച്ചു നോക്കുമ്പോൾ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കുറേ കാലങ്ങളായിട്ട് ഭരിച്ചുകൊണ്ട് പോകുന്നത്. അവിടെ വലിയൊരു മാറ്റമുണ്ടാക്കാൻ ജില്ലാ പഞ്ചായത്തിലാണെങ്കിൽ പോലും കാലങ്ങൾക്ക് ശേഷം പല സീറ്റുകളും UDF-ന് ലഭിക്കുന്നൊരു രീതി ഉണ്ടായി. അതിനപ്പുറത്തേക്ക് പല മണ്ഡലങ്ങളും ഒന്നിച്ചു ഭരിക്കാൻ കഴിയുന്ന രീതിയിലേക്ക്, പല പഞ്ചായത്തുകളും ഒന്നിച്ചു ഭരിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് പത്തനാപുരം മാറിയിട്ടുണ്ട്. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു വിജയ സൂചനയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ട്രെൻഡ് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ട്രെൻഡ് മാറ്റമായിരുന്നു പത്തനാപുരത്ത് നമ്മൾ കണ്ടത്. പത്തനാപുരം പഞ്ചായത്ത് തന്നെ കോൺഗ്രസ് തിരിച്ചു പിടിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയി. അതിനപ്പുറത്തേക്ക് പല മണ്ഡലങ്ങളും കോൺഗ്രസ് തിരിച്ചു പിടിച്ചു. വർഷങ്ങൾക്ക് ശേഷമാണ്, എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് കോൺഗ്രസ് ഇതെല്ലാം തിരിച്ചു പിടിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കൃത്യമായിട്ട് അവിടെ ഒരു ട്രെൻഡ് മാറ്റ സൂചനയുണ്ട്. അതേപോലെ തന്നെ ഗണേഷ് കുമാറിന്റെ ഈ വിഷയങ്ങൾ വരുമ്പോൾ അവിടെ കൃത്യമായിട്ട് മരണപ്പെട്ടു പോയിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ കരസ്പർശം ഉണ്ട് എന്ന് വേണം തന്നെ നമ്മൾ വിശ്വസിക്കാൻ. അപ്പോൾ അത്തരത്തിലാണ് പത്തനാപുരത്തിൻ്റെ ഒരു രാഷ്ട്രീയ രീതി. ഗണേഷ് കുമാറിന് എന്താണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് അത്ര നന്നായിരിക്കില്ല.